നമ്പൂതിരി ഇല്ലങ്ങളിൽ ഒന്നായ നാഗഞ്ചേരി മനയാണിത്. നാഗഞ്ചേരി മനയുടെ കീഴിൽ വരുന്ന ക്ഷേത്രമായിരുന്നു ഇരിങ്ങോൾക്കാവ്. 1980 പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റിക്ക് ഈ മനയുടെ കാരണവർ മന എഴുതി നൽകി എന്നാണ് ചരിത്രം പറയുന്നത്. ഏകദേശം 700 വർഷത്തോളം പഴക്കമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഈ മന എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിന് സമീപം പ്രശസ്തമായ ഇരിങ്ങോൾക്കാവ് ദേവീക്ഷേത്രത്തിന് സമീപമാണ് സ്ഥിതി ചെയ്യുന്നത്. പതിനെട്ട് ദേശങ്ങളുടെ അധികാരവും 9 ക്ഷേത്രങ്ങളുടെ ഊരായ്മയും ഉണ്ടായിരുന്ന മനയാണ് നാഗഞ്ചേരി മന. 1963 സർക്കാർ ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കിയപ്പോൾ ഈ മനയുടെ കാരണവരായിരുന്ന വാസുദേവൻ നമ്പൂതിരി 1980 പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റിക്ക് കൈമാറിയതാണ് നാഗഞ്ചേരി മന. ഈ മനയിലേക്ക് കയറുമ്പോൾ തന്നെ മനസ്സിലാകും ഇതിൻ്റെ പ്രതാപകാലത്ത് എങ്ങനെയായിരുന്നുവെന്ന്. ധാരാളം മുറികളും ശില്പങ്ങളും കൊത്തുപണികളും കൊണ്ട് ഒരുപാട് പഴമയേറുന്ന ഇല്ലങ്ങളിൽ ഒന്നാണിത്. ഇരിങ്ങോൾക്കാവ് ക്ഷേത്രവും ചുറ്റിനും വരുന്ന 60 ഏക്കർ വനഭൂമിയും തിരുവാഭരണങ്ങളും ആനയെയും അടക്കമാണ് മനയുടെ കാരണവരായിരുന്ന വാസുദേവൻ നമ്പൂതിരി അന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കൈമാറിയത്. ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കുന്നതുവരെ പ്രതാപശാലികളായിരുന്നു നാഗഞ്ചേരി മനക്കാർ. അവസാനം മന വിറ്റ് കിട്ടിയ പൈസ കൊണ്ട് 3 പെൺമക്കളെ വിവാഹം കഴിച്ചു വിട്ട ആളാണ് വാസുദേവൻ നമ്പൂതിരി. ഇപ്പോൾ ഈ നാഗഞ്ചേരി മന പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ വരുന്ന മ്യൂസിയമാണ്. നിത്യേന ഒട്ടനവധി സന്ദർശകർ എത്താറുള്ള ഒരു സ്ഥലമാണ് ഇന്ന് നാഗഞ്ചേരി മന.
എറണാകുളം ജില്ലയിലെ കുറുക്കുംപടി എന്ന സ്ഥലത്തിനടുത്തായിട്ടാണ് ഈ വനമേഖലയും അമ്പലവും സ്ഥിതി ചെയ്യുന്നത്. ഒരുപാട് പ്രാധാന്യം അർഹിക്കുന്ന ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന സ്ഥലമാണ്. 1500ഓളം വർഷം പഴക്കമുണ്ടെന്നറിയപ്പെടുന്ന നഗരമധ്യേയുള്ള ഈ കാവ്. അമ്പത്തഞ്ച് ഏക്കർ വിസ്തീർണം ഉള്ള ഒരു കാടിനു നടുവിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിൽ ഒന്നായും ഇത് അറിയപ്പെടുന്നു. 400ഓളം ഔഷധസസ്യങ്ങളുടെ വേരുകൾ ഇവിടുത്തെ കുളത്തിൽ വന്ന് പതിക്കുന്നത് കൊണ്ടാണ് ഇതിനെ ഔഷധക്കുളം എന്ന് വിളിക്കപ്പെടുന്നത്. ഇവിടുത്തെ പ്രധാന മൂർത്തി ദുർഗയുടെ രൂപമില്ലാത്ത ശിലയാണ്. ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം ദ്വാപരയുഗവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ദേവകിയുടെ 8ാമത്തെ പുത്രൻ തന്നെ വധിക്കും എന്നറിഞ്ഞ കംസൻ സഹോദരിയുടെ 7 പുത്രന്മാരെയും വധിക്കുന്നു. 8ാമത്തെ പുത്രന് പകരം അച്ഛനമ്മമാർ മറ്റൊരു കുഞ്ഞിനെ കിടത്തി. അത് പെൺകുഞ്ഞാണെന്നറിഞ്ഞിട്ടും കംസൻ കുഞ്ഞിനെ നിലത്തെറിഞ്ഞ് വധിക്കാൻ നോക്കുമ്പോഴേക്കും പെട്ടെന്ന് ആ കുഞ്ഞ് ആകാശത്തേക്ക് അഭൗമ തേജസ്സായി ഉയരുകയും ആ ഒരു ദേവിയാണ് ശരിക്കും ഈ ഇരിങ്ങോൾക്കാവിലെ ഭഗവതിയായിട്ട് കണക്കാക്കപ്പെടുന്നത് എന്നാണ് ഐതിഹ്യം. ഇരിങ്ങോൾ നിവാസികൾ ഈ ക്ഷേത്രത്തിന് ചുറ്റും നിൽക്കുന്ന മരങ്ങളെയാണ് ഉപദേവന്മാരായിട്ട് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്ഷേത്ര ആവശ്യങ്ങൾക്ക് പോലും ഈ മരങ്ങൾ വെട്ടാറില്ല. പ്രകൃതി സംരക്ഷണവും ഐതിഹ്യവും ഇടകലർന്നിട്ടുള്ള അത്രയും മനോഹരമായ ഒരു ആചാരമാണ് ഇവർ കാലാകാലങ്ങളായി നിലനിർത്തി പോകുന്നത്.